ബിറ്റ്കോയിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൈസ് ആക്ഷൻ അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൈസ് പോയിന്റുകളും കുറച്ച് ലെവൽസും ഒക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. സോ അതിന് സമയം കളയേണ്ട നേരെ ചാറ്റിലേക്ക് പോകാം. അപ്പോൾ പതിവ് പോലെ തന്നെ നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് നിൽക്കുന്നത് $2.51 ട്രില്യൺ, ഒരു 1.56% ഡിക്രീസ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 26.83% ഡിക്രീസ് ആണ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഒരു $111.65 ബില്യൺ ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം എന്ന് പറയുന്നത്. ആൻഡ് ബിറ്റ്കോയിൻ ഡൊമിനൻസിന് കാര്യമായിട്ട് മാറ്റമൊന്നും സംഭവിച്ചിട്ടുള്ള ഒരു 51.62%, ഒരു 0.38% ഡിക്രീസ് മാത്രമാണ് ബിറ്റ്കോയിൻ ഡൊമിനൻസ് സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഒരു 79 ഒരു ഗ്രീഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ബിറ്റ്കോയിൻ്റെയും മറ്റുള്ള ഓൾട്ട് കോയിൻസിൻ്റെയും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ചാർട്ടുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബിറ്റ്കോയിനും എതറിയും ഒരു റെഡ് കളറിൽ തന്നെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള ഓൾട്ട് കോയിൻസ് പതുക്കെ പച്ചയിലേക്ക്, പതുക്കെ ഒരു ഗ്രീൻ കളറിലേക്ക്, ഒരു ഗ്രീൻ ബുള്ളിഷ് ആയിട്ടുള്ള ചാർട്ടുകളിലേക്ക് മാറുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ നമുക്കത് എന്താ പറയുക, ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മുഴുവനായിട്ടും ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ബിറ്റ്കോയിൻ കഴിഞ്ഞ 24 ഹവറിൽ ഒരു 1.68% ഡിക്രീസും, എത്തേറിയം ഒരു 2.60% ഡിക്രീസും, BNB ഒരു 4.9% ഒരു ഇൻക്രീസും, അങ്ങനെ കാര്യമായിട്ടുള്ളൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. ചില ടോക്കൺസ് മാത്രമാണ് ചെറിയ രീതിയിലുള്ള ബുള്ളിഷ് ആകുന്നത്. ബാക്കി പല ടോക്കൺസും ഒരു ബെയറിഷ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് തന്നെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ ബിറ്റ്കോയിൻ ചാർട്ട് നോക്കിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ബിറ്റ്കോയിൻ്റെ ചാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഡോളർ ഇൻഡെക്സിൻ്റെ ചാർട്ട് ഒന്ന് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് ഈ ഒരു അനാലിസിസ് ഷെയർ ചെയ്തിട്ടുള്ളതായിരുന്നു. ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രെൻഡ് ലൈനിൽ ഡോളർ ഇൻഡെക്സിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. സോ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സൈനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ആൻഡ് ഓവറോൾ ഇവിടുത്തെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു ഹയർ ഹൈ, ഹയർ ലോ ആൻഡ് പുതിയതായിട്ടൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഡോളർ ഇൻഡെക്സിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, ഡോളർ ഇൻഡെക്സിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിനിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഒരു കറക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഈ ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ക്രാഷിലേക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം ഓവറോൾ ബിറ്റ്കോയിൻ്റെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ, ആ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സ്ട്രക്ചർ തന്നെയാണ്. സോ അതിനിടയിൽ കറക്ഷൻസ് ഉണ്ടായിരിക്കും. സോ ആ ഒരു കറക്ഷന് കാരണമാകാനായിട്ട് ഈ ഒരു ഡോളർ ഇൻഡെക്സിലെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കാരണമാകാൻ സാധ്യതയുണ്ട്. ആൻഡ് ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചാർട്ടാണിത്. ആൻഡ് ഇതിലത്തെ ആ ഒരു ട്രെൻഡ് ലൈനിൽ, ആ ഒരു അസെൻഡിങ് ട്രയാങ്കിളിലെ ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു ട്രെൻഡ് ലൈനിൽ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് പതുക്കെ ബിറ്റ്കോയിൻ ഡൊമിനൻസ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അതും ഈ ഒരു ബിറ്റ്കോയിനിലെ ചെറിയ രീതിയിലുള്ള കറക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്കത് ആ ഒരു ഡൊമിനൻസിൻ്റെ ആ ഒരു ഡിക്രീസ് നമുക്ക് കറക്ഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഡോളർ ഇൻഡെക്സിൽ ഈ ഒരു ചാർട്ട്, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്, ഡോളർ ഇൻഡെക്സിലത്തെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട, നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ചാർട്ട് അനാലിസിസിൽ നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആൻഡ് നമുക്ക് ബിറ്റ്കോയിൻ്റെ ചാർട്ടിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ്. ആൻഡ് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഓൾ ടൈം ഹൈ ആണ്. ഒരു 65,000 എന്ന് പറയുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഓൾ ടൈം ഹൈ ആണ്. ആൻഡ് ആ ഒരു ഓൾ ടൈം ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് ആ ഒരു ലെവലിന് മുകളിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന്, ആ ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു റീടെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ ഒരു ലെവലിന് മുകളിൽ തന്നെ പ്രൈസ് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സൈനാണ്. പക്ഷേ ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ഈ ഒരു ഹൊറിസോണ്ടൽ ലെവലിന് താഴെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 65,000 എന്ന് പറയുന്ന ആ ഒരു ലെവലിന് താഴെയായിട്ട് ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഒരു 2 ദിവസം കൂടി ഈ ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ആവാനായിട്ട്. സോ ഒരു 2 ദിവസം കൊണ്ട് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈന് താഴെ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അത് നമുക്ക് ഒരു ബെയറിഷ് ആയിട്ടുള്ള സൈനായിട്ടും ഒരു ചെറിയ രീതിയിലുള്ള കുറച്ചുകൂടെ ഒരു ഡൗൺ മൂവ്മെൻറ്റ് ബിറ്റ്കോയിനിൽ പ്രതീക്ഷിക്കാനും സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ പിന്നീട് കാണിച്ചാൽ, അല്ലെങ്കിൽ പിന്നീടുള്ള മാർക്കറ്റിലെ ഒരു പ്രൈസ് ആക്ഷൻ ആ രീതിയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ ഒരു കാര്യം, വീക്ക്ലി ക്യാൻഡിലത്തെ ഈ ഒരു വീക്ക്ലി ക്യാൻഡിലിൻ്റെ ഇപ്പോൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീക്ക്ലി ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസ് എവിടെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഒരു 4 hour ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു ഡിസെൻഡിങ് ബ്രോഡനിങ് വെച്ച് ചാർട്ട് വരാൻ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് കൃത്യമായിട്ട് ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ, നമ്മൾ ഇവിടെയും ഈ ഒരു ഡോളർ ഇൻഡെക്സിൻ്റെ കാര്യമൊക്കെ വെച്ച് പറഞ്ഞ പോലുള്ളൊരു ഒരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ രീതിയിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ വെച്ച് നോക്കിയാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആൻഡ് എവിടെ വരെ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യത്തിന് നമുക്ക് ഈ ഒരു CPR ഇൻഡിക്കേറ്റർ, മന്ത്ലി CPR ഇൻഡിക്കേറ്റർ കൊണ്ടുവരാം. ആൻഡ് അതിൻ്റെ മന്ത്ലി CPR ലെവലായിട്ടുള്ളത് ഈ ഒരു ലെവൽ, ഒരു 58,000 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു ലെവൽ വരെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് അവിടെ നിന്നായിരിക്കും ഒരു റിജക്ഷൻ കിട്ടാനായിട്ട് സാധ്യത ഉള്ളത്.
ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസെൻഡിങ് ബ്രോഡനിങ് വെച്ച് ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യം പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഇതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ തന്നെ മറ്റൊരു പാറ്റേൺ കൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സൈനും കൂടെ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്, ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ നമുക്കിവിടെ കൃത്യമായിട്ട് ഫോം ആവുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലൊരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ ഫോം ആവുന്ന കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ, മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് ഈ ഒരു ട്രെൻഡ് ലൈനിൽ സംഭവിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള സൈനായിട്ട് എടുക്കാൻ പറ്റും. സോ അവിടെ നിന്നായിരിക്കും ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിന് ശേഷമായിരിക്കും ബിറ്റ് കോയിൻ ഇനി മുകളിലേക്ക് പോകാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ബിറ്റ് കോയിൻ മുകളിലേക്ക് പോകുമെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് കുറച്ചുകൂടെ വലിയ ടൈം ഫ്രെയിമിലേക്ക് പോകുകയാണെങ്കിൽ നമ്മളൊരു 8 hour ടൈം ഫ്രെയിമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കൃത്യമായിട്ടൊരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ആവുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷമായിരിക്കും പ്രൈസ് പിന്നീട് പതുക്കെ മുകളിലേക്ക് കയറാനായിട്ട് പോകുന്നത്. സോ ഇതൊരു കറക്ഷൻ പീരീഡ് ആണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പല ടൈം ഫ്രെയിമുകളിൽ പോകുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ തൊട്ട് മുൻപുള്ള ടൈം ഫ്രെയിമിൽ, ഫോർവേഡ് ടൈം ഫ്രെയിമിൽ പറഞ്ഞിട്ടുള്ള അതേ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ നമുക്ക് ഇവിടെയും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഇതൊരു ഷോൾഡറാണ്, ഇതൊരു ഹെഡാണ്, ആൻഡ് അടുത്തതായിട്ടൊരു ഷോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നിന്നായാലും നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഓക്കെ, അതായത് ഈ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ കൃത്യമായിട്ട് അവിടെ ഫോം ആവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുള്ളൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഒരൊറ്റ കാര്യം മാത്രം പ്രതീക്ഷിച്ചാൽ പോരല്ലോ. കാരണം നമുക്കിവിടെ ഡോളർ ഇൻഡെക്സിൽ കാണിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ബിറ്റ് കോയിൻ ഡൊമിനൻസിൽ കാണിച്ചിരുന്ന കാര്യങ്ങളുണ്ട്. ഹയർ ടൈം ഫ്രെയിമിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ എന്താ പറയുക, ഓരോ സാധ്യതകളാണ് പറയാൻ പറ്റുക. അപ്പോൾ ഓരോ ട്രെൻഡ് ലൈനും ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നതിന് അതിന് പിന്നിൽ തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് പ്രൈസ് പോകാനായിട്ട് സാധ്യത ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 8 hour ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ വരെയും ആൻഡ് ഈ ഒരു കൃത്യമായിട്ട് ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ ഫോം ആവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഒരു കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. 2 hour ടൈം ഫ്രെയിമിലാണ് നിൽക്കുന്നത്. ആൻഡ് ഈ ഒരു ട്രെൻഡ് ലൈൻ കൃത്യമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലോട് കൂടിയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് ഒരു റീടെസ്റ്റും സംഭവിക്കുന്നുണ്ട്. റീടെസ്റ്റിൻ്റെ അവിടെ നിന്ന് റിജക്ഷൻ, ഒരു ബുള്ളിഷ് ആംഗിൾഫിംഗ് ക്യാൻഡിലോട് കൂടിയിട്ട് ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ഫിബൊനാച്ചി റീടെസ്റ്റ്മെൻറ്റ് ടൂൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു എൻട്രി നോക്കാവുന്നതാണ്. ഈ ഒരു 0.5 ലെവലിലോ അല്ലെങ്കിൽ 0.32 ലെവലിലോ നമുക്ക് ഈ ഒരു ഫിബൊനാച്ചി ഗോൾഡൻ ലെവലിൽ എവിടെയെങ്കിലും ഒരു എൻട്രി, ഒരു ലോങ് പൊസിഷൻ വേണമെങ്കിൽ നോക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള വളരെ ലോവർ ടൈം ഫ്രെയിമിലേക്കുള്ളൊരു ട്രെൻഡ് ലൈൻ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 1 hour ടൈം ഫ്രെയിമിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ആ ട്രെൻഡ് ലൈൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്നുകൂടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ ആയിരിക്കും ബിറ്റ് കോയിൻ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിലേക്ക് കടക്കാനായിട്ട് പോകുന്നത്. സോ ഒരു ഷോർട്ട് ടൈം എൻട്രി ഓപ്പർച്യൂണിറ്റി ഒക്കെ നോക്കുന്ന ആളുകൾ, ഷോർട്ട് ടൈം ലോങ് പൊസിഷൻസ് ഒക്കെ നോക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഫിബൊനാച്ചി ലെവൽസ് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഫിബൊനാച്ചി ലെവൽസ് നോക്കിക്കൊണ്ട് വേണമെങ്കിൽ ഒരു ട്രേഡ് നമുക്ക് അവിടെ പോസിബിളാണ്, ഒരു ലോങ് പൊസിഷൻ പോസിബിളാണ്. പക്ഷേ ഈ ഒരു ഫിബൊനാച്ചി ഗോൾഡൻ ലെവലിൽ താഴേക്ക് പ്രൈസ് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നമ്മൾ ഇവിടെയൊക്കെ പറഞ്ഞ പോലെ 4 hour ടൈം ഫ്രെയിമൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റിനുള്ള അതിലേക്കുള്ളൊരു വഴി വെക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു ഫിബൊനാച്ചി ഗോൾഡൻ ലെവൽസ് ബിറ്റ് കോയിൻ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. സോ കൃത്യമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുക. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഈ ഒരു വീഡിയോയിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ അനാലിസിസിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞേക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.